ആദ്യം തന്നെ നമ്മൾ നിലമ്പൂരിലേക്കാണ് പോകുന്നത്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂരിൽ. അവിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെക്കാണ്. രാഷ്ട്രീയത്തിലെ തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്നതായിരുന്നു ഒരു പഴഞ്ചൊല്ലെങ്കിൽ CPM തൊട്ടാൽ എല്ലാവരും ശുദ്ധരാകും. CPMനെ എതിർക്കുന്നവരെല്ലാവരും അശുദ്ധിയുള്ളവരായിട്ട് മാറും. അവരുടെ ആ അവസരവാദ നയം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതൊന്നും വിലപ്പോയില്ല. സുന്നി വിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്നൊക്കെ വലിയ എതിർപ്പ് വരുന്നു. അവർ പറയുന്നത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചോ എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്നാണ് അവരുടെ സംസ്ഥാന നേതാക്കൾ തന്നെ. പ്രത്യേകിച്ച് കാന്തപുരത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജമാഅത്തിന്റെ വോട്ട് കിട്ടുമ്പോൾ മറ്റു വോട്ടുകൾ നഷ്ടപ്പെടുമോ? ഇല്ല, അങ്ങനെ നഷ്ടപ്പെടേണ്ട വോട്ടുകളില്ല. എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ സാധിക്കുന്ന ഞങ്ങളും. UDFന്റെ പൊളിറ്റിക്കൽ ബ്രെയിൻ ആണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി സ്വരാജ് സമാനമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. UDFന്റെ നയരൂപീകരണത്തെ ഏതായാലും സ്വരാജിന്റെ ബ്രെയിൻ ഞങ്ങൾ കടമെടുക്കുന്നില്ല. ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥി എന്താ അഭ്യർത്ഥിക്കുന്ന എല്ലാ വോട്ടുകളും CPMകാരുടെ വോട്ടും വേണമെന്ന് ഞങ്ങൾ നാടിന്റെ നന്മ കാക്ഷിക്കുന്ന CPMകാരും UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. CPMന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അവരെന്ത് ചെയ്താലും അതിന് ന്യായീകരണമുണ്ട്. CPM എന്ത് ചെയ്താലും അവരതിനെ ന്യായീകരിക്കും. CPMന്റെ അവസരവാദം വളരെ വ്യക്തമാണ്. അത് നിങ്ങൾ വിശകലനം ചെയ്യും, ഞങ്ങൾ വിശകലനം ചെയ്യും. അവരെന്താണ് മദനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരെന്താ പറഞ്ഞത്? തീവ്രവാദ കേസിൽപ്പെട്ട ആളെ ഞങ്ങൾ പിടിച്ചുകൊടുത്തിരിക്കുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചവര് പിന്നീട് ഇപ്പോൾ അതിന്റെ വക്താക്കളായിട്ട് മാറി. PDP ആണോ വെൽഫെയർ പാർട്ടിയാണോ വർഗീയ പാർട്ടി? ജനങ്ങൾ വിലയിരുത്തട്ടെ. പ്രസിഡന്റ്, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ആര് നിലപാട് മാറ്റി വന്നാലും അവരെ ഒപ്പം കൂട്ടാം. അത് സതീശനായാലും ജമാഅത്തെ ഇസ്ലാമി MP ഗോവിന്ദൻ പറഞ്ഞാണ്. ഗോവിന്ദ മാഷ് അവിടെ ഇതില്ല, ക്യാമറ. ഗോവിന്ദ മാഷ് ആദ്യം AK ശശീന്ദ്രന്റെ നിലപാട് ഒന്ന് തിരുത്തട്ടെ. AK ശശീന്ദ്രന്റെ നിലപാട് ഗോവിന്ദ മാഷ് ഉണ്ടോ എന്ന് ആദ്യം വ്യക്തമാക്കട്ടെ, എന്നിട്ടാണ്. സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആരെയും സ്വീകരിക്കാം, നിലപാട് മാറ്റി വരുന്ന ആരെയും സ്വീകരിക്കുമെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയോടാണ് ഇപ്പോൾ സണ്ണി ജോസഫിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന മറുചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും PDP ബന്ധം ഇടതുമുന്നണിയെ കുഴയ്ക്കുമ്പോൾ അതിന് ഇടതുമുന്നണി നൽകുന്ന വ്യാഖ്യാനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദൻ ആര് നിലപാട് മാറ്റി വന്നാലും അവരെ സ്വീകരിക്കും. ഇടതുപക്ഷത്തിന് ചേരുന്ന നിലപാടിലേക്ക് PDP ഇപ്പോൾ മാറി, അതുകൊണ്ട് അവരെ സ്വീകരിച്ചു എന്ന വാദമാണ് MV ഗോവിന്ദൻ സ്വീകരിക്കുന്നത്. എന്തായാലും രാവിലെയാണ്, അല്പസമയം മുമ്പാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്. ഒരുപക്ഷെ MV ഗോവിന്ദൻ്റെ പ്രസ്താവന നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടേക്കാം, വിവാദമായേക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം നിലപാട് മാറ്റി വരുന്നവരെല്ലാം സ്വീകരിക്കുമോ, അങ്ങനെയെങ്കിൽ RSSനെ സ്വീകരിക്കുമോ എന്ന മറുചോദ്യമൊക്കെ ഒരുപക്ഷെ ശക്തമായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. നിലപാട് മാറ്റിയാൽ ആരെയും കൂടെ കൂട്ടുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. RSS നിലപാട് മാറ്റി വന്നാലും പരിഗണിക്കും. പഴയ PDP അല്ല ഇപ്പോഴുള്ളത്, അവർ തങ്ങൾക്ക് ചേരുന്ന നിലപാടിലേക്ക് മാറിയവരാണെന്നുമാണ് MV ഗോവിന്ദന്റെ ന്യായീകരണം. രാവിലെ അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ News 18 ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. നിലപാട് മാറ്റിയാൽ കൂട്ടാന്നുള്ളതാണ്. RSS മാറ്റിയാലും നിലപാട് മാറ്റിയാലും കൂട്ടും. നിലപാടും രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം, അല്ലാണ്ട് വേറെ എന്താ വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിന് ഞങ്ങൾക്ക് പ്രയാസമില്ല. ഞങ്ങൾ നിലപാടാ പ്രശ്നം, നയാ പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, അല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപപ്പെട്ട് വന്നതല്ല. കൃത്യമായ നിലപാട് സ്വീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റി വന്നാൽ വേണമെങ്കിൽ അല്ലെ മതരാഷ്ട്രവാദവും വർഗീയതയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂവൽ തന്നെ അതാണ്. പിന്നെ മാറ്റി വരിക, RSSനെ മാറ്റി വരാൻ പറ്റുമോ? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ RSSന് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിന് സാധിക്കുമോ? പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കി പറയാം, നയപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എനിക്ക് ചോദിക്കാൻ സാധിക്കൂ. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ഇവിടെ? നല്ല വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും.
യെസ്, ഇതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ. അദ്ദേഹം ചോദ്യത്തിന് മറുപടി എന്നോണമാണ് നിലപാട് മാറ്റി വന്നാൽ ആരെയും സ്വീകരിക്കുമെന്ന കാര്യം പറയുന്നത്. പിന്നീട് അദ്ദേഹം അവരുടെ രാഷ്ട്രീയ നിലപാടൊക്കെ നോക്കുമെന്ന വാദങ്ങളൊക്കെ പിന്നെ ഉന്നയിക്കുന്നത്. രഞ്ജിത്തിനോടാണ് അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. രഞ്ജിത്ത് രാമചന്ദ്രൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, എം വി ഗോവിന്ദന്റെ ഒരുപക്ഷെ ഈ വാക്കുകൾ നിലമ്പൂരിലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ തുടർ ചർച്ചകൾക്ക് ഇടവച്ചേക്കുന്നതാണ്. അങ്ങനെ ആരെയും സ്വീകരിക്കാനിരിക്കുന്ന മുന്നണിയാണോ ഇടതു മുന്നണി എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. എം വി ഗോവിന്ദൻ ഈ ചോദ്യത്തിന് നൽകുന്ന മറുപടി എന്തായിരുന്നു? ആരെയും സ്വീകരിക്കുമെന്ന വാദം ഉന്നയിച്ചത് PDP ബന്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എം വി ഗോവിന്ദൻ ഈ ഒരു നിലപാടെടുത്തത്? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെ വേണം നമുക്ക് കാണാൻ. കാരണം എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി LDFന് എതിരാളികളാണ്, LDFന് സ്വീകരിക്കാൻ പറ്റാത്ത കക്ഷിയാകുന്നു, അതേ സ്ഥാനത്ത് PDPയെ അവർ സ്വീകരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിഹാസം സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം PDP വർഗീയ കക്ഷിയാണ് എന്ന് പലതവണ പറഞ്ഞ ഒരു മുന്നണി കൂടിയാണ് LDF. ജമാഅത്തെ ഇസ്ലാമിയുമായി തലയിൽ മുണ്ടിട്ട് പോയല്ല, നേരിട്ടാണ് ചർച്ച നടത്തുന്നത് എന്ന് 2011 പറഞ്ഞ നേതാവാണ് പിണറായി വിജയൻ. അതൊക്കെ ഇതിൽ VD സതീശൻ ഉന്നയിച്ച പശ്ചാത്തലം കൂടി ഇതിലൂടെ ചേർത്ത് വെക്കണം. പക്ഷേ ഈ ബന്ധങ്ങളെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഞാൻ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എങ്ങനെ PDP ഇപ്പോൾ നിങ്ങൾക്ക് വർഗീയ കക്ഷി അല്ലാതാകുന്നു എന്ന് ചോദിച്ചപ്പോൾ, നയങ്ങളും നിലപാടുകളും മാറ്റിയാൽ ഞങ്ങൾ ആരെയും സ്വീകരിക്കും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. അപ്പോൾ RSSനെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, നയവും നിലപാടും മാറ്റി വരട്ടെ, അങ്ങനെയാണെങ്കിൽ RSSനെയും വേണമെങ്കിൽ VD സതീശനെയും സ്വീകരിക്കാം എന്നുള്ള കൃത്യമായ മറുപടി എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകുകയാണ്. അതായത് നയങ്ങളും നിലപാടുകളും രാഷ്ട്രീയവുമാണ് ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ മുന്നണിയിലേക്ക് സ്വീകരിക്കും. അതിപ്പോൾ വോട്ടിൻ്റെ പ്രശ്നമല്ല, പാർട്ടിയുടെ പ്രശ്നമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് വിമർശനങ്ങളുടെ ഒന്നും പ്രശ്നമല്ല, നയങ്ങളും നിലപാടുകളും മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുകയാണ്. ക്ഷുഭിതനായാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും ഈ ചോദ്യങ്ങളോടൊക്കെ പ്രതികരിച്ചത്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എന്താണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നയം? മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട, വർഗീയതയുമായി ബന്ധപ്പെട്ട അവർ സ്വീകരിക്കുന്ന നയം, ആ നയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർ ഒരിക്കലും തയ്യാറാകാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും നയങ്ങളും നിലപാടുകളും തന്നെയാണ് പ്രശ്നം. അത് മാറ്റി വന്നാൽ ആരെയും പിന്തുണയ്ക്കാൻ തയ്യാറാകും എന്ന് പറയുന്നത് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ചർച്ചാ വിഷയമായി മാറുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF വലിയ വിമർശനം നേരിടുന്നത് LDFന്റെ UDFനെതിരെയുള്ള വളരെ പ്രധാനപ്പെട്ട ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഇവിടെ നിലമ്പൂരിൽ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് LDF കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് PDP LDFന് പിന്തുണയുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ പറഞ്ഞതും ഇന്ന് ആവർത്തിച്ചതും പീഡിപ്പിക്കപ്പെടുന്നവരുടെ പാർട്ടിയാണ് PDP എന്നുള്ളതാണ്. കാരണം അബ്ദുൽ നാസർ മദനിയൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ ജയിലിലും മറ്റും. അതിനുശേഷം, ആ കാലഘട്ടത്തിന് ശേഷം നയം മാറ്റിയാണ് ആ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നയം മാറ്റിയ പാർട്ടി തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നുള്ളതാണ്. നമുക്കതിൻ്റെ തുടർ പ്രതികരണങ്ങളൊക്കെ തേടേണ്ടതുണ്ട്. കോൺഗ്രസും BJPയുടെ ഒക്കെ പ്രതികരണങ്ങൾ നമുക്കൊരു പക്ഷേ ലഭിച്ചേക്കാം ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. സണ്ണി ജോസഫ് ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ പ്രതികരണങ്ങൾ കൂടി തേടിയാൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് കൂടി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഈ പ്രസ്താവന വഴിവെച്ചിരിക്കുകയാണ് സൈത്ത്. ഏറ്റവും പ്രത്യേകത, എം വി ഗോവിന്ദൻ